നമ്മൾ ഒത്തിരിയധികം ആഡംബര വീട്, അതായത് ലക്ഷറി വീടുകൾ നമ്മുടെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കാണിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഈ ഒരു വീടിനുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. എങ്ങനെയാ വെച്ചാൽ തിരുവനന്തപുരം കമലേശ്വരത്തിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത്. കമലേശ്വരം സ്കൂളിൻ്റെ അടുത്തൂടെയുള്ള വഴി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം കയറി വരുമ്പോഴത്തേക്കും ഇടത്തോട്ട് കൈരളി ഗാർഡൻസിനകത്തേക്ക് കയറി വലിയ വീട് ലൈനിനകത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇനി അതല്ല, കമലേശ്വരം സ്കൂൾ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വലിയ വീട് ലൈൻ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെയിൻ റോഡിൽ നിന്ന് 500 മീറ്ററും സ്കൂളിൻ്റെ അതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 800 മീറ്ററുമാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഇത് ഏകദേശം 3 വർഷമായി ഈ വീടിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ട്. പക്ഷേ ഇതുവരെയ്ക്കും ആരും താമസിച്ചിട്ടില്ല. മകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിർമ്മിച്ചതാണ്. അവരൊക്കെ വിദേശത്താണ്. ആ ഒരു കാരണം കൊണ്ട് ഇതുവരെയ്ക്കും ആരും താമസിച്ചിട്ടില്ല. നിങ്ങൾ ഈ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പാല് കാച്ചി അങ്ങ് താമസമാക്കിയാൽ മതി. ആ രീതിയിലുള്ളൊരു വീടാണ് നമ്മൾ ഇന്ന് വിൽപ്പനയിൽ വെച്ചിട്ടുള്ളത്. ടോട്ടലായിട്ട് 12 സെൻറ്റിൽ 3600 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു പ്രോപ്പർട്ടി. ഇവിടെയുള്ള ഗാർഡനിങ് ഒക്കെ അതിൻ്റെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതി നോക്കി. ഞാൻ പറഞ്ഞു ആൾ താമസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ സാധനം എല്ലാം നമുക്കിവിടെയുള്ള പുല്ലായാലും എല്ലാം വെട്ടി നിർത്തി നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്ക് 12 സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ വീടിന് ചുറ്റുവട്ടം ഇതുപോലെ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് നമ്മുടെ തന്നെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഒരു 3 വണ്ടികൾ ഇടാവുന്ന രീതിയിൽ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അത് പോയിട്ട് എത്ര ഗസ്റ്റ് ഉണ്ടെങ്കിലും അവരുടെയൊക്കെ വണ്ടികൾ നമുക്ക് ഇവിടെ എല്ലാം പാർക്ക് ചെയ്യാൻ സാധിക്കും. നല്ല രസമായിട്ടുള്ള ഗാർഡനിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഗേറ്റാണ്. നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്ന പോലെ ഒരു ഫൗണ്ടെയിനാണ് നമ്മുടെ മുൻവശത്തുള്ള ആ ഒരു ശബ്ദമൊക്കെ കൊടുത്ത് എന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്കും മനോഹരമാണ്. നമ്മൾ കേൾക്കുമ്പോഴും ഭയങ്കര രസമായിട്ടുള്ള ഒരു ശബ്ദമാണ് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അകത്ത് കയറുന്നതിന് മുമ്പേ നമുക്ക് ഈ ചുറ്റുവട്ടം ഒന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്നത് പോലെ പാത്ത് വേഗം നോക്കി. ഇതെല്ലാം നാച്ചുറൽ സ്റ്റോണാണ് മിക്കവാറും ഉള്ള ഭാഗങ്ങളിലും പാകിയിട്ടുള്ളത്. വീടിൻ്റെ മുൻവശം മാത്രമല്ല, ഇതുപോലെ സൈഡിലെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡനിങ് വർക്ക് ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. പുറത്തായിട്ട് സ്റ്റാഫിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. അതായത് കിച്ചണിൽ നിന്ന് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാൻ സാധിക്കും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് യാർഡുണ്ട്. ആ മരമൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു മാവൊക്കെ നിന്ന് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത്. ഈ വീട് വാങ്ങുന്നവരുടെ അടുത്ത് എനിക്ക് പറയേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ ഇനി ഇതിനകത്ത് വേറെ ഫർണിച്ചർ ഒന്നും വാങ്ങിക്കൊണ്ട് വരരുത് കേട്ടോ. കാരണം അത്രയ്ക്കും നീറ്റായിട്ട് ഇമ്പോർട്ട് ചെയ്ത ഫർണിച്ചർ അടക്കമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. മിക്കവാറും ഇതിൽ കാണുന്ന ഫർണിച്ചറെല്ലാം തുർക്കിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. നമുക്ക് കയറി വരുമ്പോൾ ഇവിടെ തന്നെ ചെറിയൊരു സിറ്റ് ഔട്ട് കണക്കുണ്ട്. അതായത് അത്യാവശ്യം നമുക്ക് ഗസ്റ്റുകൾ പുറത്തിരുന്ന് സംസാരിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ കാര്യം കഴിയും. ഇനി അതല്ല, അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല അടിപൊളി ഒരു ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൽ കാണുന്ന ഈ ഫർണിച്ചർ എല്ലാം അടക്കമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. ഇവിടുത്തെ ഹൈറ്റ് നോക്കിയാൽ സീലിംഗ് വന്നിട്ട് ഡബിൾ ഹൈറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള ആഡംബര രീതിയിലുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കി, നമുക്കിതെല്ലാം സെൻസർ വെച്ചിട്ടുള്ള സ്വിച്ചസ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ മിക്കവാറും എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു ഫാമിലി സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഗസ്റ്റ് ആരെങ്കിലും വന്നിരുന്നാലും നമ്മുടെ ഒരു പ്രൈവസിക്ക് വേറെ ബുദ്ധിമുട്ട് വരത്തില്ല. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കാണുന്ന ഇലക്ട്രിക്കൽ അപ്ലയൻസസും ഫർണിച്ചറും എല്ലാം അടക്കമാണ് വിൽപ്പനയ്ക്കുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിവിടെ ഒരു എങ്ങനെയാണ് നമ്മൾ ഏച്ച് കെട്ടിയോ മുഴച്ചിരിക്കും എന്ന് പറയില്ല, ആ ഒരു രീതിയിലായി പോകും. കാരണം ഇതിനകത്ത് ആവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങളിനി ഇവിടെ വന്ന് താമസിച്ചാൽ മതി. ആ രീതിയിലാണ് പ്രോപ്പർട്ടി. നമുക്കിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി വെയർസ് ആയാലും പൈപ്പ് ഫിറ്റിങ്സ് ആയാലും എല്ലാം പ്രീമിയം ആണ്. റാക്ക് സെറാമിക്സ്, ജാഗ്വാർ തുടങ്ങിയ പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ നോക്കി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. എങ്ങനെയുണ്ട്? ഏറ്റവും പ്രീമിയം രീതിയിലാണ് നമുക്കിതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്ക്, അതായത് മോഡലാ കിച്ചൻ്റെ വർക്കെല്ലാം ചെയ്തു തീർത്തിട്ടുള്ളത്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിലുള്ള കിച്ചണാണ് വരുന്നത്. നമ്മുടെ അവനെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ജർമ്മൻ ബ്രാൻഡാണ് കേട്ടോ. ഹഫേൽ എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതിപ്പോൾ ചിമ്മിനി ആയാലും ഹോബായാലും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂം കാണാൻ സാധിക്കും. കിച്ചണിനകത്ത് ഒരു രീതിയിലുള്ള കൺജഷനും ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിൽ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം.
എല്ലാ റൂമുകളിലും കട്ടില്, മാട്രസ്, തലയണ എല്ലാവിധ സൗകര്യങ്ങളും ഓൾറെഡി വാങ്ങിയിട്ടിട്ടുണ്ട്. AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്ക് എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാന് തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള വലിയൊരു കബോർഡാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത്. അതിനകത്തായാലും ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട്. റാക്ക് സെറാമിക്സ്, ഗ്രോഹെ തുടങ്ങിയ പ്രീമിയം ഫിറ്റിങ്സ്, ജാഗ്വാർ തുടങ്ങിയ പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂമിനും നമ്മുടേതായിട്ടുള്ള പ്രൈവസി കിട്ടും കേട്ടോ. കാരണം ഗസ്റ്റ് ആരെങ്കിലും വന്നാലോ ഈ ലിവിങ് സ്പേസിലേക്ക് ആരെങ്കിലും വന്നാലോ നമ്മളെ ബാധിക്കത്തില്ല. ബെഡ്റൂമിന് അതിൻ്റെതായിട്ടുള്ള പ്രൈവസി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും. നമ്മുടെ ആ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ഇവിടേക്ക് സ്റ്റെയർ ഇങ്ങനെ കയറി വരും. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം വരുന്നത്. ഇതിലായാലും നോക്കിയേ, ഇതുപോലെ എല്ലാവിധ ഫർണിച്ചറും ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി ഇട്ടിരിപ്പുണ്ട്. കിടന്നുറങ്ങണമെങ്കിൽ കിടന്നുറങ്ങാം, ഇരുന്നുറങ്ങണമെങ്കിൽ ഇരുന്നുറങ്ങാം. നല്ല സൗകര്യമുണ്ട് കേട്ടോ. അത്രയും ആഡംബര രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ഈ സ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത് വുഡിലും മെറ്റലിലും ഗ്ലാസ്സിലുമാണ് ഈ ഒരു സ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. അതിനകത്തും ആ ഉള്ള സ്പേസിൽ നമുക്കിതാ ഒരു ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തതിന് ശേഷം ഇൻഡോർ പ്ലാന്റ്സ് അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ചെടിയുടെയെങ്കിലും ഇലകൾ എന്തെങ്കിലും വാടി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കിത് എടുത്തു കഴിഞ്ഞാൽ പുത്തൻ വീട് നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾക്ക് പാല് കാച്ചി കയറാവുന്ന പുത്തൻ വീടായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മേളത്തെ നിലയിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് ഉണ്ട്. ഫർണിച്ചറിൻ്റെയൊക്കെ കളക്ഷൻ ഭയങ്കര കൂടുതലാണ്. നമുക്ക് ആവശ്യത്തിലധികം ഓൾറെഡി ഉണ്ട്. ഇനി നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരരുത്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ബെഡ്റൂം കാണിച്ചു തരാം. ഇങ്ങോട്ടേക്ക് വാ. ഇത് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു റൂമാണ്. ഇതിനകത്തായാലും നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡാണ്. ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിനകത്താണ് നമ്മുടെ ബാത്റൂം വരുന്നത് കേട്ടോ. ബാത്റൂമിനകത്തേക്കുള്ള ഡിസൈനൊക്കെ നോക്കി എങ്ങനെയുണ്ട്. ആ കളർ തീമും എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഭാഗത്തായിട്ട് നമുക്കിവിടെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൈവസിയോട് കൂടി ഇവിടെ പുറത്തിറങ്ങിയിരിക്കാം. എന്നുവെച്ചാൽ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് ഇതുപോലെ കവർ ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ വാഷിംഗ് മെഷീൻ എല്ലാം ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അത് നിങ്ങൾ കൊണ്ടുവരണ്ട. ഇതുപോകെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് അടുത്ത ബെഡ്റൂം വരുന്നത്. ഗ്രാൻഡ് ആണ് കേട്ടോ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ്. ഇതിനകത്തായാലും ഇതുപോലെ റിക്ലൈനറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റും നമുക്കിരുന്ന് എന്തെങ്കിലും അത്യാവശ്യം വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. കട്ടില്, മാട്രസ് എല്ലാവിധ സാധനങ്ങളും ഓൾറെഡി സെറ്റാണ്. ഇനി ഒന്നും കൊണ്ടുവരണ്ട. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സിമിലർ ഫിറ്റിങ്സ് ആണ്. ജാഗ്വാർ പോലുള്ള പ്രീമിയം ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോമൺ സ്പേസിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസിലേക്കും കൂടെ എൻട്രൻസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസാണ്. ഈ കാണുന്നത് പോലെ ഒരു ഓപ്പൺ ടെറസ് വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്ക് വ്യൂ വരുന്ന രീതിയിലാണ് ഈ ഒരു ഓപ്പൺ ടെറസ് ഉള്ളത്. നിങ്ങൾ ഇതുപോലൊരു വീട് വയ്ക്കാനായിട്ട് സ്ഥലം വാങ്ങി അതിനകത്ത് ഇതുപോലെ ഡിസൈൻ ചെയ്ത് ഇതുപോലുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ഭംഗി വരത്തില്ല കേട്ടോ. അത്രയും മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ്. ഇതുപോലൊരു ആഡംബര വീട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 3.5 കോടി രൂപയാണ്. നല്ലൊരു പ്രൈസാണ്. കാരണം കമലേശ്വരം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇവിടെ നിന്ന് കഷ്ടിച്ചൊരു 3-3.5 കിലോമീറ്ററിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്താൻ സാധിക്കും. അതേ ഒരു സെയിം ഡിസ്റ്റൻസ് ഒരു 4 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ എയർപോർട്ട് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയുടെ ഒരു പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു ലൊക്കേഷനിലായിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഒരു കാരണവശാലും മിസ് ചെയ്യല്. വേഗം തന്നെ വിളിച്ചോ. ഇതൊക്കെ പെട്ടെന്ന് പോകാൻ സാധ്യതയുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നല്ലൊരു പ്രൈസാണ്. ഇത്രയും നല്ലൊരു വീട് ഈ ഒരു വിലയ്ക്ക് കിട്ടുമ്പോൾ
മിസ്സാക്കരുത്. 3.5 കോടി രൂപയ്ക്ക് വാങ്ങിയെടുക്കാം.